ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ CBIയോട് അന്വേഷിക്കാൻ ഉത്തരവിട്ട സുപ്രീം കോടതി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിൽ സ്വമേധയാ കേസെടുത്തിട്ടാണ് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. സ്വമേധയാ എടുത്ത കേസിലാണ് സുപ്രീം കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചിൻ്റെതാണ് ഉത്തരവ്. രാജ്യവ്യാപകമായി അന്വേഷണം നടത്താനാണ് ഉത്തരവിട്ടത്. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ ആദ്യം CBI അന്വേഷിക്കണം. മറ്റ് തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ തുടർന്നുള്ള ഘട്ടങ്ങളിൽ ഏറ്റെടുക്കാമെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. തട്ടിപ്പിൽ ബാങ്കുകളുടെ പങ്ക് അന്വേഷിക്കണമെന്നും ഇതിന് CBIക്ക് മുഴുവൻ സ്വാതന്ത്ര്യം നൽകുന്നുവെന്നും സുപ്രീം കോടതി പറഞ്ഞു. അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന എല്ലാ ഡാറ്റകളും കൈമാറാൻ IT സർവീസ് പ്രൊവൈഡേഴ്സിന് നിർദ്ദേശം നൽകി. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ കൂടി വരുന്നൊരു സാഹചര്യത്തിൽ സ്വമേധയാ എടുത്ത കേസിൽ സുപ്രീം കോടതി ഉത്തരവ് പുറത്തു വന്നിരിക്കുകയാണ്. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ CBIയോട് അന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു സുപ്രീം കോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചിൻ്റെതാണ് ഉത്തരവ്. സുപ്രധാന ഉത്തരവാണ്. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ വലിയ രീതിയിൽ വ്യാപകമായി രാജ്യമെമ്പാടും അത്രത്തോളം രൂക്ഷമായ ഒരു സാഹചര്യം സംസ്ഥാനത്തടക്കം ഇതിനെ തുടർന്നുള്ള അന്വേഷണങ്ങളും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളും ഒക്കെ തന്നെ അന്വേഷണത്തിന് വിധേയമായതാണ്. ഇതിനെ തുടർന്നുള്ള അന്വേഷണങ്ങളൊക്കെ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസിലാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിൽ അന്വേഷണം CBI, ഇനി അങ്ങോട്ട് CBI ആയിരിക്കും. CBIയോട് അന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു സുപ്രീം കോടതി. ഏറ്റവും പ്രധാനം ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ നിരവധിയാണ്. അത് ആദ്യം CBI അന്വേഷിക്കണം. അതോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് പോലെ തന്നെ മറ്റു തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ തുടർന്നുള്ള ഘട്ടങ്ങളിൽ CBIക്ക് ഏറ്റെടുക്കാമെന്നുള്ളതാണ്. അതായത് പൂർണ്ണ തോതിൽ CBIയിലേക്ക് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകളും ഇത്തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങളുടെയും ഒക്കെ അന്വേഷണ ചുമതല ഭാഗികമായി CBIയിലേക്ക് എത്തുന്നൊരു സാഹചര്യമാണ്. അത്തരത്തിലൊരു ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും വന്നത്. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ ആദ്യം CBI അന്വേഷിക്കുക. മറ്റു തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ തുടർന്നുള്ള ഘട്ടങ്ങളിൽ CBIക്ക് ഏറ്റെടുക്കാമെന്നും കൂടിയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സുപ്രീം കോടതി. ഒപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനം തട്ടിപ്പിൽ ബാങ്കുകളുടെ പങ്ക് അന്വേഷിക്കണമെന്നുള്ളതും കൂടിയാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിന് CBIക്ക് മുഴുവൻ സ്വാതന്ത്ര്യം നൽകുകയാണ് സുപ്രീം കോടതി ഉത്തരവിൽ. അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന എല്ലാ ഡാറ്റകളും ഇതിനുവേണ്ടി കൈമാറണം എന്നുകൂടി IT സർവീസ് പ്രൊവൈഡേഴ്സിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു സുപ്രീം കോടതി.